പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ സഅദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഖ്തതഅ ശിബറൻ മിനൽ അർദി മുൽമൻ, ആരെങ്കിലും അന്യായമായ നിലയിൽ മറ്റൊരാളുടെ ഒരു ചാൺ ഭൂമിയെങ്കിലും ഉടമപ്പെടുത്തിയാൽ തവ്വഖല്ലാഹു യൗമൽ ഖിയാമത്തി ബിസബഇ അർദ്, പരലോകത്ത് വരുമ്പോൾ അല്ലാഹു അതിന് പകരമായി 7 ഭൂമി അവന്റെ കഴുത്തിൽ അണിയിപ്പിക്കും. അതാണ് ഹദീസിന്റെ ആശയം. നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ കൈവശപ്പെടുത്തുന്നതിന് വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട സംഗതിയാണ്. അതിന് വളരെ ഗൗരവത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മറ്റൊരാളുടെ ഭൂമി അത് ഒരു ചാണാണ് വിഹിതമല്ലാത്ത അവിഹിതമായി അനർഹമായി നമ്മൾ കൈവശപ്പെടുത്തിയാൽ അത് ഒരു ചാണല്ലേ എന്നല്ല പരലോകത്ത് അല്ലാഹു പരിഗണിക്കുക. ആ ഒരു ചാണിന് പകരമായി 7 ഭൂമി അവന്റെ കഴുത്തിൽ അല്ലാഹു അണിയിപ്പിക്കുമെന്നാണ്. ഇതിന് ഒരുപാട് വിശദീകരണം. ഒന്ന്, ഇത് പ്രത്യേകിച്ച് പൊതു മുതലിനെ കുറിച്ചാ പറഞ്ഞ എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വത്ത് അനർഹമായി കൈവശപ്പെടുത്തുന്നതിനേക്കാളും 100 ഇരട്ടിയായിരിക്കും പൊതുമുതൽ. നമുക്ക് ആ വ്യക്തിയോട് മാത്രം മറുപടി പറഞ്ഞാൽ മതിയാകും. പൊതുമുതലാകുന്ന അതിന് പൊതുസമൂഹത്തോട് മൊത്തം നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാകുന്ന അർത്ഥം. അതാണ് അതിലൊരു വിഷയമുള്ളത്. പ്രത്യേകിച്ച് ഭൂമി അങ്ങനെ ഒരാളുടെയും സ്വന്തമായി പരിഗണിക്കപ്പെടാൻ പറ്റുന്ന സംഗതിയല്ല. കാരണം ആ ഭൂമി നമുക്ക് കിട്ടുന്നതിൽ നമുക്ക് കാര്യപ്പെട്ട ഒരു റോൾ അതിലില്ലല്ലോ. നമ്മൾ വരുന്നതിന് മുമ്പ് ആ ഭൂമി അവിടെ ഉണ്ട് എന്നർത്ഥം. ബാക്കി സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നതിലും അതിനെ രൂപപ്പെടുത്തുന്നതിലൊക്കെ നമ്മുടേതായ എന്തെങ്കിലും പങ്കും റോളും അധ്വാനമൊക്കെ ഉണ്ടാവും. ഭൂമി അങ്ങനല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, ഭൂമി അങ്ങനെ ഒരാൾ പ്രത്യേകിച്ച് കൈവശപ്പെടുത്തിയാൽ അതിന് പരലോകത്ത് വരുമ്പോൾ 7 ഭൂമി എന്നാണ്. അപ്പൊ 7 ഭൂമി ആലങ്കാരികമാണോ എന്നാ? അല്ലാന്ന ആലങ്കാരികമായി പറഞ്ഞതല്ല, നേരെ മനസ്സിലായത് അങ്ങനെ തന്നെ അല്ലാഹു ചെയ്യും. കാരണം എന്താ? അപ്പൊ അത് എങ്ങനെ എന്ന സംശയം പ്രകടിപ്പിക്കുന്ന ഒരു ആയത്ത് കൊടുത്തു. അല്ലാഹുവിനെ സംബന്ധിച്ചു അത് വളരെ എളുപ്പമുള്ള സംഗതിയല്ലേ എന്നാണ് അതിന്റെ വിശദീകരണം നടത്തുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പൊതുമുതലുകളൊക്കെയും ഉപയോഗപ്പെടുത്തുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരു ചാൺ അങ്ങോട്ട് പോകാന്നല്ലാതെ ഒരു തരിമ്പ് പോലും ഇങ്ങോട്ട് നമ്മുടെ കൈവശപ്പെടുത്തിയാൽ അത് പരലോകത്ത് ചുമക്കേണ്ടി വരും എന്ന് നമ്മൾ തിരിച്ചറിയുക. വളരെ ഗൗരവപ്പെട്ട സംഗതി. അതുകൊണ്ട് വളരെ നമ്മൾ ആ വിഷയത്തിലൊക്കെ ആളുകൾ വളരെ ലാഘവത്തോടെ അത് കാണുന്നതൊക്കെ വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കുന്ന സംഗതിയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.